അവരെക്കുറിച്ച് നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അവരെ ഇഷ്ടവും ആദരവുമാണ്. എന്നാൽ ഹണി റോസ് എനിക്കെതിരെ പറഞ്ഞ വിമർശനത്തെ ബഹുമാനത്തോടെ എടുക്കുന്നു, വിയോജിക്കുന്നു, പക്ഷേ ബഹുമാനത്തോടെ എടുക്കുന്നു. ഏക റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹണി റോസ് ഒരു വിശാല മനസ്കത കാണിച്ച് ഈ വിഷയത്തിൽ ബോബി ചെമ്മണ്ണൂറിന് മാപ്പ് നൽകണം. കാരണം 3 വർഷം ത്തിൽ കൂടുതൽ ഒരാൾക്ക് പണിഷ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കേസാണ്. അപ്പോൾ ഹണി റോസ് ഈ വിഷയത്തിൽ ഒരു മഹാമനസ്കത കാണിക്കണമെന്നുള്ളതാണ് ഹണി റോസിനോട് വളരെ താഴ്മയായിട്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം. ഹണി റോസ് വളരെ പ്രഗത്ഭയായ ഒരു നടിയാണ്, കലാകാരിയാണ്. അവര് സൗത്ത് ഇന്ത്യ മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അവരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷെ ചിലപ്പോഴെങ്കിലും അവരുടെ വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയരാറുണ്ട്. അതിനെ അവരൊന്ന് അക്നോളജ് ചെയ്യണം. ഏക സൂചിപ്പിക്കുന്ന കാര്യം ഹണി റോസിന്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഒരു വിയോജിപ്പ് പലപ്പോഴും ഉണ്ട്. ഇതില്ലെന്ന് നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമാണ്. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ എല്ലാ മലയാളികൾക്കും ഫറാ ഷിബില സൂചിപ്പിക്കുന്നത് പോലെ, ഫറാ ഷിബില എന്നുള്ളത് ഒരു വനിതയാണ്, നടിയാണ്, മോഡലാണ്, കലാരംഗത്ത് നിന്ന് വരുന്ന വ്യക്തി തന്നെയാണ്. ആ ഫറാ ഷിബില സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറല്ലേ എന്ന് ഒരിക്കലെങ്കിലും തോന്നാത്ത ഒരാൾ പോലും കാണില്ല. അപ്പം ഹണിയും ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് മിതത്വവും പക്വതയും കാണിക്കണം, അല്ലെങ്കിൽ മിതത്വം കാണിക്കണമെന്ന് പറയുന്നത് ഹണിയെ വിരോധമുള്ളത് കൊണ്ടല്ല, ഹണിയോട് എതിർപ്പുള്ളത് കൊണ്ടല്ല. ഹണി എന്ന കലാകാരിയോട് ആദരവ് തന്നെയാണ്. ആ കലയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പൊതുരംഗത്ത് പോകുമ്പോൾ, പൊതുവേദികളിൽ പോകുമ്പോൾ, ഇനോഗ്രേഷന് പോകുമ്പോൾ കുറച്ചൊരു മയവും മിതത്വവും ഉണ്ടാകണം. ഇതിനപ്പുറം എങ്ങനെ എനിക്ക് പറയാൻ കഴിയുക? നമ്മുടെ സമൂഹത്തിലെ എല്ലാ കാര്യത്തിനും ഒരു മിതത്വവും മാന്യതയും വേണം. അതായത് ബോബി ചെമ്മണ്ണൂർ സംസാരിക്കുമ്പോൾ മാന്യത വേണം, രാഹുൽ ഈശ്വർ വിമർശിക്കുമ്പോൾ മാന്യതയും മര്യാദയും വേണം. സമാനമായൊരു മാന്യതയും മര്യാദയും ഹണി റോസിന്റെ വസ്ത്രങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് ഹണിയോ എതിർപ്പുള്ളതുകൊണ്ടല്ലോ. ഹണിയുടെ കലാകാരി അംഗീകരിക്കുന്ന ഒരു നല്ല അഭിനേത്രിയാണ്, വളരെ സുന്ദരിയാണ്, ഇന്ത്യ മുഴുവൻ അറിയപ്പെടേണ്ട, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന താരവുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു താരം പൊതുരംഗത്ത് പോകുമ്പോൾ, ഇനോഗ്രേഷന് പോകുമ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും ഒരു മിതത്വം പാലിക്കണം എന്ന് വളരെ ബഹുമാനപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഹണി റോസ് എന്നെ വിമർശിച്ചതിലേക്ക് എനിക്ക് ഹണി റോസിനുള്ള ഒരു മറുപടി കൂടിയുണ്ട്. ആ മറുപടിയും വളരെ ബഹുമാനപുരസ്സരമുള്ളതാണ്. ഹണിയുടെ എനിക്ക് വരെയുള്ള വിമർശനം ഞാൻ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കുന്നു, വിയോജിക്കുന്നു, പക്ഷെ അതിനെ ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. അമ്പലത്തിലും പള്ളിയിലും അടക്കം ഡ്രസ് കോഡുകളുണ്ട്, പരിശുദ്ധ വത്തിക്കാനിലടക്കം ഡ്രസ് കോഡുകളുണ്ടെന്ന് ഹണി ഒരു പക്ഷേ ശ്രദ്ധിച്ച് കാണണം. അതുകൊണ്ട് അമ്പലത്തിലും പള്ളിയിലും ഡ്രസ് കോഡുണ്ട്. കഴിഞ്ഞ ആഴ്ച കേരളം ഡിബേറ്റ് ചെയ്തതാണ്. ഹണി എന്നെ വിമർശിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേ ഈ അവസരത്തിൽ ഹണിയോട് പറയാനുള്ളത്, ബോച്ചയ്ക്ക് വിശാല മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ഷമ കൊടുക്കാനോ ഉള്ള മനസ്സുകൂടി കാണിക്കണം. ഭാരതീയ ന്യായ സംഹിത 75 4 ഉപവകുപ്പ് പ്രകാരം 1 3 വർഷം ജയിലിലിടേണ്ട ഒരു കുറ്റമാണ് ബോച്ചെ ചെയ്തതെന്ന് ഹണി പോലും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് മാപ്പ് കൊടുത്ത് ഹണി ഒരു മഹാമനസ്കത, ഒരു വലിയ മനസ്സ് കാണിക്കണമെന്നാണ് ഹണിയോട് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.